ഇപ്പൊ നിപ്പിള് ക്രാക്ക് ആയിട്ടാണ് നീ ഒ പിയിൽ വന്നിട്ടുള്ളത്. അപ്പം നിപ്പിള് ക്രാക്കാൻ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദറും ബേബിയും തമ്മിൽ ലാച്ചിങ് കറക്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ് കാരണം. എന്താണ് ഡോക്ടർ ഈ ലാച്ചിങ്? ലാച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതിൽ ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ ഇരിക്കുക, അല്ലെങ്കിൽ ചെയറിൽ ഇരിക്കണം, അല്ലെങ്കിൽ ഒരു മതിലിനോട് ചാരി വെച്ച് പില്ലോ വെച്ച് കംഫർട്ടബിൾ പൊസിഷനിൽ ഇരിക്കുക. അതിനുശേഷം ബേബിനെ മദറിന്റെ അടുത്തേക്ക് കൊണ്ടുവരാം. ഒരിക്കലും മദർ കുനിഞ്ഞിട്ട് ബേബിക്ക് കൊടുക്കരുത്. പൊസിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പൊസിഷൻ എന്ന് വെച്ചാൽ കുട്ടിയുടെ തല എപ്പോഴും അമ്മയുടെ എൽബോസിലായിരിക്കണം ഇരിക്കുന്നത്. അതേപോലെ ബട്ടക് ഭാഗം കുട്ടി അമ്മയുടെ കയ്യിൽ വെച്ചിട്ട് മദർ ബേബിനെ ചെരിച്ച് സൈഡിലേക്ക് കൊണ്ടുവരികയും ബ്രസ്റ്റ് ഫുള്ളായിട്ട് എക്സ്പോസ് ചെയ്തിട്ട് നിപ്പിള് ഏരിയോള എന്ന് പറഞ്ഞൊരു ബ്ലാക്ക് പോർഷൻ കൂടി മൊത്തം കുട്ടിയുടെ വായിലാണ്. ഇപ്പൊ സാധാരണ പാലെടുക്കുന്ന അമ്മമാരാണെങ്കിൽ നിപ്പിള് മാത്രമേ കൊടുക്കുള്ളൂ. അതുകൊണ്ട് നിപ്പിളില് ക്രാക്ക് വരുന്നത് ലാച്ചിങ് കറക്റ്റ് ആവുന്നില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ലാച്ച് ആയിട്ടില്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ പെയിൻ ആയിരിക്കും. അപ്പൊ എപ്പോൾ പെയിൻഫുൾ ആണെങ്കിലും അത് കറക്റ്റ് ലാച്ചിങ് അല്ല.